റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എസ്പെഷ്യലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ എത്തിയിരിക്കുന്ന ഒരു സമയമാണ്. അത് പാച്ചപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പല ആളുകളും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് നോ കോണ്ടാക്ട് റൂൾ. സോ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കും. സോ ആ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എസ്പെഷ്യലി ഫോർ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി, ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആ സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓവർ തിങ്കിങ്ങിലേക്ക് പോവാതെ പ്രസന്റ് മൊമെന്റിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ടൈം വ്യക്തമായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ട്, നിങ്ങളുടെ ലൈഫിലെ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കണം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി, എസ്പെഷ്യലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകൂ, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലേ ഞാൻ കംപ്ലീറ്റ് ആകൂ, അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടെങ്കിലേ എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനും എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാനും സാധിക്കൂ എന്ന രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ തിരികെ വരാനുള്ള സാധ്യത കുറവാണ്. പകരം നിങ്ങൾ കംപ്ലീറ്റ് ആണ്, നിങ്ങൾ ഇനഫ് ആണ്. ആക്ച്വലി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. ഒരു പക്ഷേ ഇതുവരെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് മാത്രമാണ് ഒതുങ്ങിക്കൂടിയിരുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. പകരം നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കൂടി ടൈം കണ്ടെത്തുക, ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ്, നിങ്ങൾ അവരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതിന്റെ ആവശ്യകതയില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി അവർക്ക് അവരുടെ ഉള്ളിൽ ആ ഒരു ഇംപ്രഷൻ നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഇത്രയും കാര്യങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വാച്ചപ്പ് ചെയ്യാൻ സാധിക്കും. സോ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിർദ്ദേശങ്ങൾക്കോ ഗൈഡൻസിനോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് റിലേഷൻഷിപ്പ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ റൊട്ടീനിലേക്ക് പോവാതിരിക്കും. പകരം നിങ്ങളിപ്പോൾ ആ റിലേഷൻഷിപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾ ഓൾറെഡി ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.